കോതമംഗലത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന ഊർജിതമാക്കുമെന്ന് അധികൃതർ മീഡിയ 60യോട് പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം നടത്തിയ പ്ലാസ്റ്റിക് സ്ക്വാഡ് പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപഭോഗമുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവ ഉദ്യോഗസ്ഥർ പിടികൂടി. കോതമംഗലം മാർക്കറ്റിന് സമീപമുള്ള സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 300 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നഗരസഭ ക്ലീൻ സിറ്റി മാനേജരായ ഷൈൻ NSന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീർ ND, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് M. കുമാർ, നവീൻ PB എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നഗരസഭാ പരിധിയിൽ പല സ്ഥലങ്ങളിലും വിപണനം നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഹെൽത്ത് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്, സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതിൽ 2 സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. ഏതാണ്ട് 300 കിലോയിലധികം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ആ 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പൊതുശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പൊതുജന ആരോഗ്യ പ്രശ്നമായും ഇത് വളർന്നു വരികയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭ തുടർന്നും സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കോതമംഗലം.